ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 4-5 വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങൾ, അതായത് ആഫ്റ്റർ ബിടെക് ഞാൻ നിങ്ങളോട് പറഞ്ഞു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്, വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് മേഖലകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ടെക്നിക്കൽ എക്സാംസ് എന്ന് പറയുന്നത് അല്ലേ. ഓരോരോ കാറ്റഗറിക്കും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ എക്സാംസുകളെ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. ഈ ടെക്നിക്കൽ എക്സാംസുകൾ ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിനനുസരിച്ചുകൊണ്ട് നമ്മളൊരു പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ബിടെക് കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഏതൊരു ടെക്നിക്കൽ എക്സാംസും, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത എഞ്ചിനീയറിംഗ് ലെവലായിക്കോട്ടെ, ഡിപ്ലോമ ലെവലായിക്കോട്ടെ, അതേപോലെ തന്നെ IT ലെവലായിക്കോട്ടെ, ഏത് ലെവലുള്ള എക്സാംസും ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്പെഷ്യൽ സൂപ്പർ 30 ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തുകൊണ്ട് സൂപ്പർ 30 ബാച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 30 കുട്ടികളുള്ള ഒരു ബാച്ചായിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നുണ്ടാവുക. ഈ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ 30 പേരെയും കൃത്യമായിട്ട് നമ്മൾ ഗൈഡ് ചെയ്ത് മെൻറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ജസ്റ്റ് ഒരു സാധാരണ ഓൺലൈൻ സെഷൻ പോലെ നമ്മൾ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് ക്ലാസ്സസ് ഇങ്ങനെ കൊടുക്കുന്ന ഒരു രീതി ആയിരിക്കില്ല. ഒരു 30 സ്റ്റുഡൻസ് ആയിരിക്കും നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സൂപ്പർ 30യിൽ ഞാൻ തന്നെയായിരിക്കും നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു സെഷനിൽ നമ്മളൊരു ടീച്ചേഴ്സും സ്റ്റുഡൻസും ഉള്ളൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ഫോം ചെയ്യും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ മെൻറ്റേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സ്പെഷ്യൽ മാസ്റ്ററിങ് ഇൻ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിലൂടെ, ഈ ഒരു സൂപ്പർ 30 ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ബാച്ചിൽ, നമ്മുടെ ഈ ഒരു സൂപ്പർ 30 ബാച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആഫ്റ്റർ ബിടെക് നിങ്ങൾ പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എൻജിനീയറിങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള ബേസിക്സ് നിങ്ങൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ മറ്റു ടോപ്പിക്സിലേക്കൊക്കെ പോകുന്നുണ്ടാവുക. രണ്ടാമതൊരു വലിയ ഘടകം പറഞ്ഞുതരാം. നിങ്ങൾ ബിടെക് പഠിച്ച സമയത്ത് നിങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങൾ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസൊക്കെ ഡൗൺ ആയിട്ടുണ്ടാവും. സോ കാൽക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽക്കുലേഷൻ ടിപ്സ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതേപോലെ ഒരുപാട് എക്സാംസുകൾ ഉണ്ടല്ലേ, ഒരുപാട് എക്സാംസുകൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിപ്ലോമ ലെവലിലുള്ള തന്നെ എക്സാംസുകൾ, സബ് എഞ്ചിനീയർ ഉണ്ട്, ഓവർസിയർ എക്സാംസ് ഉണ്ട്, അതേപോലെ എഞ്ചിനീയറിംഗ് ലെവലിലുള്ള ഒരുപാട് എക്സാംസുകൾ, KCB A ഉണ്ട്, അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ഉണ്ട്, ലെക്ചർ ഇൻ പോളിടെക്നിക് ഉണ്ട്. അപ്പോൾ പല എക്സാംസുകൾ വരുമ്പോൾ ഓരോ എക്സാമിൻ്റെയും പാറ്റേൺ എന്താണ്, ഓരോ എക്സാമിൻ്റെയും സിലബസ് എന്താണ്, ഏത് ലെവലുള്ള എക്സാംസ് ആണ് വരാൻ പോകുന്നത്, ഏത് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ധാരണ ഞങ്ങൾ നൽകും. അതാണ് എക്സാം പാറ്റേൺ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഏതെല്ലാം ബുക്സുകളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരുപാട് ബുക്സുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതെല്ലാം ബുക്സാണ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. മാത്രമല്ല നമ്മളെ എൻട്രിയുടെ പല കാറ്റഗറീസിൽ നമ്മൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, IT ലെവലും ഡിപ്ലോമ ലെവലും ഗേറ്റ് ലെവലിൽ വരെയുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ ഒരു സ്പെഷ്യൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമ്മൾ നൽകുകയാണ്. അതായത് ഈ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഏതൊരു എക്സാമിനേഷനും ക്രാക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു കോഴ്സായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ കോഴ്സിലൂടെ നമ്മൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഫാക്കൽറ്റി ഇൻട്രാക്ഷനും 500+ എക്സാംസും ആയിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. അതായത് ഓരോ കാറ്റഗറി ഓഫ് എക്സാംസ് വരുന്ന സമയത്ത്, കാറ്റഗറി ഓഫ് PSC നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള എക്സാംസുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാൻ, നിങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്യാനും നമ്മുടെ ഈ ഫൗണ്ടേഷൻ കോഴ്സിന് സാധിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഏതെല്ലാം ടെക്നിക്കൽ PSC എക്സാംസുകൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ക്രാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ആഡ് ഓൺ കോഴ്സസ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് RRBയുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാംസ് ആയിക്കോട്ടെ, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ജൂനിയർ എഞ്ചിനീയർ എക്സാം, ഇത് കൂടാതെ നമ്മൾ ഗേറ്റ് ലെവൽ എക്സാംസ്. ഗേറ്റ് എന്ന് പറയുന്ന സമയത്ത് ഗേറ്റ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവൽ ആയതുകൊണ്ട് തന്നെ നാഷണൽ ലെവൽ ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നുണ്ടാവുക. ഹൈദരാബാദിലൊക്കെയാണ് സാധാരണ എല്ലാവരും ഗേറ്റ് കോച്ചിങ്ങിന് പോകാറുള്ളത്. സോ ഹൈദരാബാദിലൊക്കെയുള്ള ഫാക്കൽറ്റീസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള
ഏറ്റവും ടോപ്പ് നോച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യാവുന്നത് ഗേറ്റിന് വേണ്ടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഗേറ്റ് ക്ലാസ്സസ് ആ രീതിയിലായിരിക്കും വരാൻ പോകുന്നത്. സോ നിങ്ങൾ ഇനി മറ്റൊരു സ്ഥലത്തെ അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങളെ ടെക്നിക്കൽ എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ ടീം ഡിസൈൻ ചെയ്തിട്ടുള്ള ദ ബെസ്റ്റ് കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ലഭിക്കാൻ പോകുന്നത്. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ മെൻറ്റേഴ്സിന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും മികച്ച ഡിസിഷൻ ആയിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉത്തരവാദിത്തമായിരിക്കും നിങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് റാങ്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. സോ ഞങ്ങളുടെ ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് സ്റ്റുഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റുഡൻസ് എന്ന നിലയിൽ കൃത്യമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൗണ്ട് എന്ന നിലയിൽ സൂപ്പർ 30 നമ്മൾ ഈ ബാച്ച് നമ്മൾ ഒതുക്കുകയാണ് ചെയ്യുക. സോ ഈ ഒരു സ്പെഷ്യൽ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് ഞങ്ങളോടൊപ്പം പഠിച്ചു തുടങ്ങാം. നല്ല വിജയങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ടെക്നിക്കൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താവുന്നതാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.